നമസ്കാരം. ഇന്ത്യൻ വിപണിയിൽ സുസുക്കി ഇരുചക്ര വാഹനങ്ങൾ കഴിഞ്ഞ മാസം, അതായത് 2025 ജനുവരിയിൽ ആഭ്യന്തര വിപണിയിൽ സുസുക്കി മൊത്തം 87,834 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. ഇക്കാലയളവിൽ സുസുക്കി ഇരുചക്ര വാഹന വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ 9.10% വർധനയാണ് ഉണ്ടായിട്ടുള്ളത്. കൃത്യം ഒരു വർഷം മുമ്പ്, അതായത് 2024 ജനുവരിയിൽ ആഭ്യന്തര വിപണിയിൽ മൊത്തം 80,511 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങൾ സുസുക്കി വിറ്റഴിച്ചിരുന്നു. കയറ്റുമതിയുടെ കാര്യത്തിലും കഴിഞ്ഞ മാസം വൻ വളർച്ചയാണ് സുസുക്കി രേഖപ്പെടുത്തിയത്. ഈ കാലയളവിൽ സുസുക്കി മൊത്തം 21,087 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങൾ കമ്പനി കയറ്റുമതി ചെയ്തു. ഇക്കാലയളവിൽ സുസുക്കിയുടെ ഇരുചക്ര വാഹന വിൽപ്പനയിൽ വാർഷികാടിസ്ഥാനത്തിൽ 38.27% വർധനയുണ്ടായത്. കൃത്യം ഒരു വർഷം മുമ്പ്, അതായത് 2024 ജനുവരിയിൽ സുസുക്കി ആകെ 15,251 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങൾ കയറ്റുമതി ചെയ്തിരുന്നു. ഈ രീതിയിൽ ആഭ്യന്തരവും കയറ്റുമതിയും ഉൾപ്പെടെ സുസുക്കി കഴിഞ്ഞ മാസം മൊത്തം 1,08,921 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങളാണ് വിറ്റഴിച്ചത്. സുസുക്കിയുടെ ഇരുചക്ര വാഹന വിൽപ്പനയിലും പ്രതിമാസ അടിസ്ഥാനത്തിൽ വർധനയുണ്ടായിട്ടുണ്ട്. 2024 ഡിസംബറിൽ ആഭ്യന്തര വിപണിയിൽ സുസുക്കി മൊത്തം 78,834 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങൾ വിറ്റഴിച്ചു. അതായത് പ്രതിമാസ അടിസ്ഥാനത്തിൽ വിൽപ്പനയിൽ 11.42% വർധനവുണ്ടായി. അതേസമയം സുസുക്കിയുടെ ഇരുചക്ര വാഹന കയറ്റുമതി പ്രതിമാസ അടിസ്ഥാനത്തിൽ 17.35% വർദ്ധിച്ചിട്ടുണ്ട്. 2024 ഡിസംബറിൽ സുസുക്കി മൊത്തം 17,970 യൂണിറ്റ് ഇരുചക്ര വാഹനങ്ങൾ കയറ്റുമതി ചെയ്തു എന്നാണ് കണക്കുകൾ. കമ്പനിയുടെ സ്ഥിരതയുള്ള വളർച്ച ഉപയോക്താക്കൾ ഞങ്ങളിൽ അർപ്പിക്കുന്ന വിശ്വാസത്തെ പ്രതിഫലിക്കുന്നുവെന്ന വിൽപ്പന വളർച്ചയെക്കുറിച്ച് സുസുക്കി മോട്ടോർ സൈക്കിൾ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ആഫ്റ്റർ സെയിൽസ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ദേവദീക്ഷ ഹണ്ട പറയുന്നുണ്ട്. തങ്ങളുടെ സുസ്ഥിരമായ വിജയത്തിന് സംഭാവന നൽകുന്ന ഉപയോക്താക്കൾ, മൂല്യവത്തായ ബിസിനസ് പങ്കാളികൾ, സമർപ്പിത ഡീലർ നെറ്റ്വർക്ക് എന്നിവരുടെ നിരന്തരമായ പിന്തുണയ്ക്ക് ഞങ്ങൾ നന്ദിയുള്ളവരാണെന്നും മികച്ച ഗുണനിലവാരമുള്ള മൂല്യമുള്ള ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നൽകുന്നതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇലക്ട്രിക് സ്കൂട്ടർ വിപണിയിൽ ഓലയും ഈത്തറുമെല്ലാം എതിരാളികളില്ലാതെ കുതിക്കുകയായിരുന്നു ഇതുവരെ. TVSഉം ബജാജും ഒരു വശത്തു നിന്ന് മത്സരിക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഓല പോലുള്ള സ്റ്റാർട്ടപ്പുകളെ കാര്യമായി പരിക്കേൽപ്പിക്കാനായിരുന്നില്ല. എന്നാൽ ടൂ വീലർ വിഭാഗത്തിലെ പ്രബലന്മാരായ ഹോണ്ടയും സുസുക്കിയും EV രംഗത്തേക്ക് കടന്നു വന്നിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ആക്റ്റീവ, ആക്സസ് സ്കൂട്ടറുകളുടെ വൈദ്യുത പതിപ്പുമായിട്ടാണ് ഇരു കമ്പനികളും വിപണിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇതിൽ പലർക്കും ആക്സസ് EV കാര്യമായി ബോധിച്ചിട്ടുണ്ട്. ഒതുക്കമുള്ള രൂപവും ദൈനംദിന ആവശ്യങ്ങൾക്ക് ഉതകുന്ന റേഞ്ചുമാണ് വരുന്ന സ്കൂട്ടർ ഒറ്റ നോട്ടത്തിൽ കൊള്ളാം. പെട്രോൾ മോഡലിൽ നിന്ന് ഒരു പടി മാറി കൂടുതൽ സ്പോർട്ടി ഡിസൈനാണ് സുസുക്കി ആക്സസ് ഇലക്ട്രിക് സ്വീകരിച്ചിട്ടുള്ളത്. റാക്ട് ഫ്രണ്ട്, ഫ്ലാറ്റ് സൈഡ് പാനലുകൾ, വലിയ ഫുട്ബോർഡ്, ഫ്ലാറ്റ് സീറ്റ് എന്നിവയുള്ള രൂപം ആരെയും മോഹിപ്പിക്കുന്നതാണ്.